ഹലോ മക്കൾസ്, അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായി വരുന്നൊരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി എന്നുള്ള പാഠത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണെന്ന് ചോദിക്കുന്നത് നമുക്ക് പറയാം, അത് ബിച്ചായി ഷെയ്ഖ് താത്തയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ബിച്ചായി ഷെയ്ഖ് താത്ത ഇവിടെ കഥാപാത്ര നിരൂപണം സെറ്റ് ചെയ്താലോ? മക്കൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിച്ചാലോ? പലഹാരങ്ങളുടെ താജ് പണിയുന്ന താത്തയായിട്ടാണ് ചട്ടിപ്പത്തിരിയിലെ ബിച്ചായി ഷെയ്ഖ് താത്തയെ നമ്മൾ കണ്ടത്. ഏറ്റവും ശ്രദ്ധയോടെ കൃത്യതയോടെ പലഹാരപ്പണിയിൽ മുഴുകിയിരിക്കുന്ന താത്ത നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. കഥാപാത്രത്തിൽ നിങ്ങൾ കണ്ട പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ബിച്ചായി ഷെയ്ഖ് താത്തയെ കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നെ എന്തുണ്ട്, കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണം സെറ്റ് ചെയ്ത് വെക്കാം. മക്കളെ, ഏത് കഥാപാത്ര നിരൂപണം തിരഞ്ഞെടുക്കുന്ന സമയത്തും അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കഥാപാത്ര നിരൂപണം ചോദിക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ഒന്ന്, കഥാപാത്രത്തിനെ പരിചയപ്പെടുത്തുന്നു. അതായത് കഥാപാത്രത്തിന്റെ പേര്, കഥയിലെ പേര്, ആരെഴുതിയ കഥയാണെന്നൊക്കെ എന്ത് ചെയ്യാം, ആദ്യം പറയാം. അതിനുശേഷം കഥാപാത്രത്തിന് കഥയിലെ സ്ഥാനം നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. അതായത് ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ആര്, ബിച്ചായി ഷെയ്ഖ് താത്ത. ഇതാണ് കഥയിലെ സ്ഥാനം. അപ്പോൾ ഈ താത്തയെ മുൻനിർത്തിയാണ് ഈ കഥ മുഴുവനായിട്ട് സഞ്ചരിക്കുന്നത്. കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തത്, കഥാപാത്രത്തിന്റെ രൂപം, വേഷം, സ്വഭാവ സവിശേഷതകൾ എന്നിവയാണ്. രൂപത്തിനെ കുറിച്ച് പറയാം, വേഷത്തിനെ കുറിച്ച് പറയാം, അതുപോലെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് പറയാം. അടുത്തത്, മറ്റു കഥാപാത്രങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, പെരുമാറ്റ രീതിയാണ് അടുത്തതായിട്ട് നമ്മൾ പറയേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളുമായുള്ള പെരുമാറ്റം എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. അടുത്തത്, സമാന സ്വഭാവമുള്ള കഥാപാത്രമാണ്. അതായത് നമ്മൾ പഠിച്ച ബിച്ചായി ഷെയ്ഖ് താത്തയെ പോലെ മറ്റേതെങ്കിലും ഒരു കഥാപാത്രം നിങ്ങൾ മറ്റേതെങ്കിലും കഥയിലോ അതുപോലെ തന്നെ നോവലിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും സ്വഭാവം അല്ലെങ്കിൽ വേഷമൊക്കെ ഒരുപോലെയാണോ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അവരെ കൂടി ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഓർമ്മിപ്പിക്കാം. സമാന സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ കൂടി എന്ത് ചെയ്യാം, നമുക്ക് പറയാം. അതാണെന്ത്. അടുത്തത്, ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സമയമാണ്. അതായത് നിങ്ങളുടെ അഭിപ്രായം. എനിക്ക് ഈ കഥാപാത്രത്തെ ഒരുപാട് ഇഷ്ടമായി. കാരണം എല്ലാ ജോലികളും എന്ത് ചെയ്യുന്നു, ജോലികളും വളരെയധികം കൃത്യതയോടെയും അർപ്പണ മനോഭാവത്തോടു കൂടിയും ചെയ്യുന്ന ആളാണ് ആര്, നമ്മുടെ ബിച്ചായി ഷെയ്ഖ് താത്ത. അപ്പോൾ ഈ താത്തയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറയാം. ഇനി ചില കഥാപാത്രം ഉണ്ടാവുമല്ലോ നമുക്ക് ഇഷ്ടമില്ലാത്ത, അപ്പോൾ നമുക്ക് എന്ത് പറയാം, എനിക്ക് ഈ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടില്ല, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുകൂടി എന്ത് ചെയ്യാം, പറയണം. ഈ രീതിയിലാണ് നമ്മൾ കഥാപാത്ര നിരൂപണം സെറ്റാക്കി വെക്കേണ്ടത്. അപ്പോൾ സെറ്റല്ലേ? അങ്ങനെയാണ്. നമുക്ക് ഇതിന്റെ ഉത്തരം ഒന്ന് നോക്കിയാലോ. P.A. മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീട് എന്ന നോവലിന്റെ ഭാഗമാണ് ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗം. ചട്ടിപ്പത്തിരി എന്ന രുചികരമായ പലഹാരം ഉണ്ടാക്കുന്നതിനെ ഒരു ഇതിഹാസ നിർമ്മിതി പോലെ ഇതിൽ അവതരിപ്പിക്കുന്നു. അധ്വാനത്തോടൊപ്പം താല്പര്യവും ഏകാഗ്രതയും സമർപ്പണവും ചേരുമ്പോഴാണ് ജോലി സർഗാത്മകമാവുന്നത്. ഇത്തരത്തിൽ എല്ലാം ചേർന്ന കഥാപാത്രമാണ് ബിച്ചായി ഷെയ്ഖ് താത്ത. കൂടെയുള്ളവരെ കലാചാതുര്യത്തോടെ സമന്വയിപ്പിച്ചാണ് ബിച്ചായി ഷെയ്ഖ് താത്ത അടുക്കളയിൽ പലഹാരങ്ങളുടെ പണി പൂർത്തിയാക്കുന്നത്. ചട്ടിപ്പത്തിരിയുടെ ഒരുക്കങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും എല്ലാം കേന്ദ്രബിന്ദു ബിച്ചായി ഷെയ്ഖ് താത്തയാണ്. അവർ ഓരോ ഘട്ടത്തിലും നിർദ്ദേശങ്ങൾ നൽകുകയും മറ്റുള്ളവരുടെ ജോലികൾ വിലയിരുത്തുകയും ചെയ്യുന്നു. ഓരോ പാളി വെക്കുമ്പോഴും ചട്ടിപ്പത്തിരി നന്നായി വരാൻ ബിച്ചായി ഷെയ്ഖ് താത്ത പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ 20 അടുക്കുകളും പൂർത്തിയാക്കി ചട്ടിപ്പത്തിരി അടുപ്പത്ത് വെച്ച് തീക്ക് മുകളിൽ വെക്കുമ്പോൾ ബിച്ചായി ഷെയ്ഖ് താത്ത അനുഭവിക്കുന്ന ആശ്വാസവും നിർവൃതിയും വളരെ വലുതാണ്. തന്റെ വിശിഷ്ട വിഭവം ഭംഗിയാക്കി തയ്യാറാക്കിയതിലുള്ള ചാരിതാർത്ഥ്യത്തോടെ അവർ ഒരു മുറുക്കാൻ ആവശ്യപ്പെടുന്നിടത്ത് കഥാഭാഗം അവസാനിക്കുന്നു. എനിക്ക് ഈ കഥാപാത്രത്തെ ഒരുപാട് ഇഷ്ടമായി. ഈ രീതിയിൽ എന്ത് ചെയ്യുക, കഥാപാത്ര നിരൂപണം പൂർത്തിയാക്കുക. മക്കളെ, ഇതുപോലെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ രീതിയിൽ ഏറ്റവും ലളിതമായിട്ട് വേഗത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച്, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് ഇതുപോലെ എന്ത് ലഭിക്കുന്നു, ഇതുപോലെ ആവശ്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യോ, വേഗം തന്നെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്തോ, ജോയിൻ ചെയ്തോ. അപ്പോൾ നമ്മുടെ ഡിസംബർ മാസം നമ്മുടെ സിലബസ് തീർക്കാണ്. അതിൻ്റെ കൂടെ കൂടിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.